നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മക്കളാൾ ഒന്നിച്ചാലയത്തിലേക്ക് അങ്ങേ മഹത്വം കരയേറ്റുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ആരാധന വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 31 ഗീതം പാടി ശുശ്രൂഷ ആരംഭിക്കുക. 31. സമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശീസമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. ആശീസമാരിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാ, കുന്നു പള്ളങ്ങളിന്മേലും വന്മഴയിൻ സ്വരം കേ. ആശീസമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. ആശീസമാരിയുണ്ടാകും എത്ര നന്നിന്നു പൈകിൽ, പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ നേരത്തിൽ. ആശീസമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നീക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെടുവാനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധൻ, ഹല്ലേലൂയ. ബലവാനേ നീ പരിശുദ്ധൻ, കുറിയേലായിസോൻ. മൃദുരഹിതാ നീ പരിശുദ്ധൻ, ഹല്ലേലൂയ. അടിയാർക്കായി ക്രൂശേറ്റവനെ അനുഗ്രഹിച്ചിടേണമേ. ദൈവമേ നീ പരിശുദ്ധൻ, ഹല്ലേലൂയ. ബലവാനേ നീ പരിശുദ്ധൻ, കുറിയേലായിസോൻ. മൃദുരഹിതാ നീ പരിശുദ്ധൻ, ഹല്ലേലൂയ.
അടിയാർക്കായി ക്രൂശേറ്റവനെ അനുഗ്രഹിച്ചിടേണമേ. ദൈവമേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. ബലവാനേ നീ പരിശുദ്ധൻ. കുറിയേലായിസോൻ. മൃതരഹിതാ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. അടിയാർക്കായി ക്രൂശേറ്റവനെ അനുഗ്രഹിച്ചിടേണമേ. കർത്താവേ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. ദയവായി നീ അനുഗ്രഹിക്ക. കുറിയേലായിസോൻ. പ്രാർത്ഥന ശുശ്രൂഷകളേറ്റി അനുഗ്രഹിച്ചിടേണമേ. ദൈവമേ സ്തുതി നിനക്കും. ഹല്ലേലൂയ. ശ്രേഷ്ഠാവേ സ്തുതി നിനക്കു. കുറിയേലായിസോൻ. പാപികളിൽ കനിയും മശിഹ രാജാസ്തുതി നിനക്കു. ബാറയ്ക്കുമോ. സ്വർലോകത്തിൽ ഇരുന്നരുളും ദേവാഞ്ഞങ്ങളുടെ താതാ. നിൻ തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടേണമേ. താതാ നിന്നൂടെ തിരുരാജ്യം വന്നിടണമേ ഈ ഉലകിൽ. തിരുഹിതമേതുപോൽ സുരലോകേ അതുപോലിവിടെയുമാകേണമേ. വീണ്ടും ആഹാരമ്യങ്ങൾക്ക് നേകണമേ നീ കർത്താവേ. അന്യരോടങ്ങൾ ക്ഷമിച്ചതുപോൽ അടിയാർ പാപം മോചിക്കാം. പരീക്ഷയിലെങ്ങളെയാക്കരുതേ ദുഷ്ടനിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം ശക്തി മഹത്വങ്ങൾ എന്നും നിനക്കുള്ളവയാമീൻ. ദൈവമായ കർത്താവേ ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിൻ്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവമായ മഷിഹായെ നിന്റെ കൃപയുടെ സഹായം കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമീൻ. അനുതാപത്തിന്റെ മസ്മോ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിനെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എൻ്റെ നിരയിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവൻപാക തിന്മകൾ ഞാൻ ചെയ്തു. നിന്റെ സോപ്പ കൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും.
അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധി നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധ റൂഹായെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ, എന്റെ അതിരങ്ങളെ തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നേക്കും തന്നെ. ആമീൻ. അനുതാപ പ്രാർത്ഥനകൾ 4-ാമത്തേത് 9-ാമത്തെ പുറം. സർവശക്തനും നിത്യനുമായ പിതാവാം ദൈവമേ, അന്ധകാരത്തിരിക്കുന്നവർക്ക് പ്രകാശവും ബലഹീനർക്ക് ശക്തിയും പാപത്തിൽ വീഴുന്നവർക്ക് ഏകാശ്രയവും നീ മാത്രമാകുന്നു. ബഹുലവും നീചവുമായ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപേക്ഷിക്കുന്നതിന് നൽകിയ ഈ അവസരത്തിനായി നിനക്ക് സ്തുതി. അനുതാപഹൃദയത്തോട് നിങ്ങളിലേക്ക് ചേർന്ന് വരുന്ന ഏവരെയും നീ സ്വീകരിക്കുന്നുള്ള ധൈര്യത്തിൽ തൃക്കാരണത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുള്ള വിശ്വാസത്തിൽ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ മിശിഹാനിമിത്തം ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ആമീൻ. മാർബാലയുടെ അപേക്ഷ. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവരായി ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. കുറ്റം ചെയ്തു പോയവർ തിരിഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകയാൽ കരുണാപൂർണനായ യേശുമിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്വനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പീൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പീൻ, ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. എല്ലാവരുടെ ഉടയവനും താഴെയുള്ളവർ ശരണമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. കന്യക മറിയാമിന്റെ പാട്ട്. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ എന്റെ ദാസത്താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. കണ്ടാലും ഇതുപോലെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധാത്മാവുമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് താണവരെ ഉയർത്തി. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും താൻ അബ്രഹാമിനോട് തന്റെ സന്തതിയോടുമായി നമ്മുടെ പിതാക്കന്മാർ അരുളി ചെയ്ത പ്രകാരം എന്നേക്കും തന്റെ കരുണ ഓർക്കുകയും ചെയ്തു. പാർക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. സാരാംശത്തിലേക്കുമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമെന്ന് മൂന്നാളത്തങ്ങളുള്ളവനുമായ സത്യേകതയുമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആമീൻ. 113 117 പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ദാസന്മാരെ സ്തുതി പാടുവിൻ. കർത്താവിന്റെ തിരുനാമം ആദ്യം നിന്നേക്കും വാഴ്ത്തപ്പെട്ടിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ തിരുനാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മീതെയും അവന്റെ ബഹുമാനം ആകാശം മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതങ്ങളിൽ വസിക്കുകയും അഗാധത്തിൽ നോക്കി കാണുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ആരുള്ളൂ. എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് അവനെ ഉയർത്തുന്നു. അവൻ ഭവനത്തിൽ വന്ധ്യയായവളെ മക്കളുടെ മാതാവായി
സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. സകല ജാതികളുമേ അവനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നേകം കർത്താവാകുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്നെ ആമീൻ. തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദിയും അന്തമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. ദൈവമേ എല്ലാ നേരവും സ്തുതിക്ക് യോഗ്യമാകുന്നു. ആമീൻ. മാലാഖമാരുടെ സ്തുതി ഗീതമായിട്ടുള്ളത് 1, 4 ചരണങ്ങൾ. പാപികളും ബലഹീനരുമാം അടിയാരീതാം മേൽപ്പെട്ടവരാം ദൂതരെ പോൽ സ്തുതി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ എല്ലാ നാളും സ്തുതി നിനക്കുണ്ടാകാം. ഭൂവിൽ സമാധാനമിണക്കം ഭർത്യർക്കെല്ലാം പ്രത്യാശയുമുണ്ടായി വരട്ടെ എന്നേക്കും ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുജനകനുടെ വലഭാഗമേരും മഹിമാസനം ദയവോടു ദശിച്ചടിയാരെ അനുഗ്രഹിച്ചിടേണമേ. എന്നേക്കും നീ മാത്രം വിശുദ്ധൻ, എന്നേക്കും നീ മാത്രം നാഥൻ. വിശുദ്ധാത്മാവോടും കൂടെ പിതൃനാമത്തിനു മഹിമയുണ്ടാകട്ടെ ദേവാ എന്നേക്കും. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുഷ്യം നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതും ആകുന്നു. സകല സ്തുതികളാ സകലത്തിൻ്റെയും ദൈവവും സത്യത്തിൻ്റെ പിതാവുമായവനെ, ഏകപുത്രനോടും ജീവനുള്ള വിശുദ്ധ റൂഹായോടും കൂടെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു. സർവകാലവും പുകഴ്ച നിനക്ക് ന്യായവുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ഇപ്പോൾ 1, 2 പാഠങ്ങൾ വായിക്കാം. ഒന്നാം പാഠഭാഗമായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു.
യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിലിരിപ്പീൻ, ഞാനൊരു മുറിയപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴിച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവർ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടു നിന്നു. ഇപ്രകാരം 1-ാം പാഠം അവസാനിച്ചു. 2-ാം പാഠഭാഗമായി റോമർ 12 9 മുതൽ 15 വരെ. റോമർ 12 9 മുതൽ 15. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ഇപ്രകാരം 2-ാം പാഠം അവസാനിച്ചു. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകൾ. 4-ാമത്തേത് 25-ാം പുറം. കർത്താവേ, നിന്റെ കൽപ്പനയനുസരിച്ച് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിപ്പാനായി ഒരുമനപ്പെട്ട് കാത്തിരുന്നതിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിന് ചിന്തിക്കൊടുത്ത ആ പരിശുദ്ധാത്മവരത്തിന് ഞങ്ങളെ അർഹരാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ കൃപാവരങ്ങളെ പ്രാപിക്കുന്നുവെങ്കിലും അവയെ നഷ്ടപ്പെടുത്തി കളയുന്ന പാപസ്വഭാവമുള്ളവരാകുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളിൽ പുതുക്കണമേ. കർത്താവേ, ഞങ്ങളെ സ്നേഹമുള്ളവരാക്കണമേ. ഞങ്ങൾ തന്നെ സന്തോഷമുള്ളവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരുമായി തീരണമേ. ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കണമേ. ദീർഘക്ഷമയും ദയയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിന്നോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെ വിശ്വസ്തതയുള്ളവരായിരിക്കണമേ. പരോപകാര തൽപരത ഞങ്ങളിൽ വളർന്നു വരണമേ. സൗമ്യതയാകുന്ന അക്ഷയഭൂഷണത്താൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഇന്ദ്രിയജയം ഞങ്ങൾക്ക് നൽകണമേ. ഇങ്ങനെ ഞങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും സകല കാര്യങ്ങളിലും വിവേകമുള്ളവരായി സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുവാൻ കൃപയരുളുമാറാകണമേ. സകലത്തിൻ്റെയും ഉടയവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസവും പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്തു നീതിയിൽ ഞങ്ങളെ പാലിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകയാൽ നിന്റെ പ്രീതി വാത്സല്യവും മാതൃകരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ചതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമീൻ. 4-ാം ഞായറാഴ്ച 43-ാം പുറം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തേജോമയമായ ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് തന്നെ ധിക്കരിച്ചവരെ ഓടിച്ചു കളയുകയും തൻ്റെ സമാധാനത്താൽ ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുകയും
തൻ്റെ മുഖദർശനത്താൽ സ്ത്രീകന്മാരെ സ്ഥിരപ്പെടുത്തുകയും സർവ സൃഷ്ടിയിലും സ്വന്തം ഉപദേശത്തെ വിധിക്കുകയും ചെയ്ത ശക്തിമാനായ മശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. അശോഭകൾ ആമീൻ. മഹത്വമുള്ള വചനമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ ദൈവ സ്വഭാവത്തിന് അംശികളാക്കി തീർപ്പാൻ നിന്റെ സ്നേഹം കൊണ്ട് നീ മനുഷ്യനായി തീർന്നു. സൃഷ്ടാവേ, സ്വമനസാ താണ അവസ്ഥയിലേക്ക് നിറങ്ങി വന്നിട്ടും സൃഷ്ടാവെന്ന നിന്റെ സ്ഥിതിക്ക് കുറവ് വരികയോ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യപുത്രനായിട്ടും നിന്റെ ദൈവത്വത്തിന് വ്യത്യാസം വരികയോ ചെയ്തിട്ടില്ല. ഞങ്ങളെ പ്രതി ഞങ്ങളുടെ സാദൃശ്യം ധരിച്ചിട്ടും നിന്റെ ഉന്നതയുടെ അധികാരത്തിന് നാശം വരികയോ മരിച്ചവനായി തീർന്നിട്ടും നിത്യമായി നിന്റെ ഇരിപ്പിന് ഭേദം വരികയോ ചെയ്തില്ല. പീഡാനുഭവമില്ലാത്തവനായ ഞങ്ങളുടെ മഷിഹാ തമ്പുരാനെ, നിന്റെ പീഡാനുഭവം കൊണ്ട് നീ ദുഷ്ടനെ മറിച്ചിടുകയും നിന്റെ മരണം കൊണ്ട് മരണത്തെ ജയിക്കുകയും നിന്റെ പുനരുത്ഥാനം കൊണ്ട് ജീവനെ നീ വെളിപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഇത് നിമിത്തമായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അടുത്ത് സാധിച്ചിട്ടുള്ള വിസ്മയമായ കാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എല്ലായ്പ്പോഴും നിന്നോട് കൃതജ്ഞതയുള്ള ഹൃദയവും സർവനാഴികയും സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന മനസ്ഥിതിയും ഞങ്ങൾക്ക് തരയണമേ. നിന്നെക്കുറിച്ചുള്ള ജ്ഞാനമാകുന്ന പ്രകാശത്തിൻ്റെ രശ്മികൾ നിന്നിൽ നിന്ന് ലഭിക്കാനും മഹത്വമുള്ള നിന്റെ വാതിലുകളിൽ കൂടി നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നല്ലവനും മനുഷ്യസ്നേഹമുള്ളവനും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. പരമയാഗത്താൽ പാപമരണത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തവനും രക്ഷാകരമായ സുവിശേഷത്തിന്റെ പ്രകാശത്തെ ഞങ്ങൾ വീശിയവനുമായ കർത്താവേ, സുവിശേഷ പ്രകാശത്താൽ ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്നെ അറിയാത്ത ജനതകളോട് ഈ സുവാർത്ത ദൂതറിയിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്കും അവർക്കും നൽകണമേ. നിന്നിൽ വിശ്വസിക്കുകയും ആത്മീകമായും ലൗകികമായുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളും അവരും അനുഭവിച്ചുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. മാറാപ്രേമിൻ്റെ അപേക്ഷ മഹത്വകരമായ ഉഴുത്തുനിൽപ്പ് കൊണ്ട് ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ദൈവപുത്രനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദിവസമായ ഞായറാഴ്ച ആദിജാതനായവൻ മരിച്ചിരുന്ന് ഉയർത്തെഴുന്നേറ്റു. വലിയ ദിവസമായ ഞായറാഴ്ച ജീവന്റെ നാഥനായവൻ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നാശത്തിൻ്റെ വാതിൽ തകർക്കുകയും കബറടങ്ങിയിരിക്കുന്നവർക്ക് തൻ്റെ പ്രകാശം ഉദിപ്പിക്കുകയും ചെയ്തു. കർത്താവേ, നിന്റെ പെരുന്നാളിൽ തിരുരക്തമുണ്ട് രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്ന് നിനക്ക് സ്തുതി. പെരുന്നാളുകളുടെ നാഥനായുള്ളവേ, നിന്റെ പെരുന്നാളിനെ ബഹുമാനിക്കുന്നവരിൽ നിന്ന് നിനക്ക് സ്തുതി. നിനക്കും നിന്നെ അയച്ച പിതാവിനും വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും യാചനകൾ നൽകുന്നതിനുമായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് നിരുന്ന നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. 33 പുറത്തെ ഗീതം. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ തിരുനാമം എന്നേക്കും നാദു വാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ ബഹുമാനം എന്നേക്കും അതു വാഴ്വുള്ളതാകുന്നു. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, അനുഗ്രഹം ഞങ്ങളിൽ നീ ചൊരിയണമെപ്പോഴും. പരിശുദ്ധൻ മഹിമാവാം ത്രിയേക ദൈവമേ, ദയയാൽ
അനുഗ്രഹം നീ ചൊരിഞ്ഞിടണമേ. എന്നേക്കും നീ പരിശുദ്ധൻ 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 കർത്താവേ മഹിമാവാൻ നിത്യം. എന്നും നീ സ്തുത്യൻ പരിശുദ്ധൻ നാഥ, തിരുനാമമെന്നേക്കും വാഴുള്ളതാകുന്നു. എൻ കർത്താവേ സ്തുതിതേ സ്തുതിയൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിതേ ഭാരയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും അതും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. രണ്ടാം ഭാഗം ശുശ്രൂഷ 51-ാം പുറം. ഗഗുൽത്തായുടെ ഉയരത്തിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്ത കർത്താവേ, ഈ സമയത്തിൻ്റെ ധാരാളമായ കരുണകൾക്കായി നോക്കി പാർക്ക് നിന്റെ അടിയാരാ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനവും ഐക്യമത്യവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കർത്താവേ, രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പിനും നിന്റെ വലത്തുള്ള നിലയ്ക്കും ഞങ്ങളെ യോഗ്യതുള്ളരാക്കി തീർക്കുകയും ചെയ്യണമേ. അശോഭകൾ ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, നിനക്കായി ഞാൻ നോക്കി പാർക്കും. ദാഹിച്ചുലഞ്ഞ വെള്ളത്തിനായി കാംക്ഷിക്കുന്ന ഭൂമി പോലെ എൻ്റെ ആത്മാവ് നിന്നെ ദാഹിച്ചിരിക്കുന്നു, എൻ്റെ ദേഹവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും ബഹുമാനവും കാണുവാൻ പ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇപ്രകാരം ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എൻ്റെ ആത്മാവും മജ്ജയും മേൽസുണ്ടെന്ന പോലെ പുഷ്ടിയുള്ളതായി എൻ്റെ വായു സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ കീർത്തിക്കും. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു, നിന്റെ ചിറകുകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. എൻ്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുകയും ചെയ്തു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമീൻ. കർത്താവേ, അഗ്നിമയന്മാരും ആത്മയന്മാരുമായ കൂട്ടങ്ങളിൽ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു, അവരോടും കൂടെ ഞങ്ങളും ആർത്തു ചൊല്ലുന്നു. നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, നീ എഴുന്നള്ളി വഴിതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിൻ്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വന്നവനും വരുവാനിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയം ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും
രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ ഉയർത്തിനെ വിശേഷം ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. ഇന്നത്തെ വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകമായി ലോകമെങ്ങും ഭീതിയിൽ പ്രയാസത്തിലായിരിക്കുന്ന COVID-19 മഹാമാരിയുടെ ഭീകരതയിലായിരിക്കുന്ന നമ്മുടെ ലോകത്തുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. 400 കോടി ജനങ്ങൾ ലോക്ക്ഡൗണിലായി ഭവനങ്ങളിൽ മുറികളിൽ തന്നെ ലോക്ക്ഡൗൺ ആയിരിക്കുമ്പോൾ 2 ലക്ഷം പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കുമ്പോൾ 30 ലക്ഷം പേർ രോഗികളായി ഭാരപ്പെടുമ്പോൾ ദൈവമായ കർത്താവെ അവിടുത്തെ ദിവ്യകരം ചൊരിയണമേ, ആശ്വാസത്തെ സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ എവിടെയായിരുന്നാലും സ്വദേശത്തോ വിദേശങ്ങളിലോ ലോകത്തിൻ്റെ ഏത് കോണുകളിലായിരുന്നാലും അവിടെയൊക്കെ ദൈവമായ കർത്താവെ അവിടുത്തെ ദിവ്യമായ കരം, സൗഖ്യമാക്കുന്ന കരം കൂടെയിരുന്ന് ബലത്തോടും കൃപയോടും ആരോഗ്യത്തോടും കാത്തു പരിപാലിക്കണമേ എന്ന് അപേക്ഷിക്കാം. ചെയ്യപ്പെടുന്ന എല്ലാ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദഗ്ധ നേതൃത്വം നൽകുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാർ സേവനങ്ങൾ, ഇവരെയെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ അവർക്കും ആവശ്യമായ കൃപ നൽകി എല്ലാം അനുഗ്രഹമായി നിർവഹിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകാംഗങ്ങളെ അവർക്ക് വേണ്ടി പ്രത്യേകം ഓർക്കാം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമായ കർത്താവെ ദിവ്യ പരിപാലനെ അനുഭവിപ്പാൻ അവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ തന്നെ ഇവിടെ നാം ആയിരിക്കുമ്പോൾ ദൈവമേ നമുക്കും ആവശ്യമായ കൃപ നൽകി ഈ കാര്യങ്ങളിൽ ദൈവകൃപ അനുഭവിപ്പാൻ നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി രൂപാന്തരപ്പെടുവാൻ ദൈവമായ കർത്താവിൻ്റെ കാരുണ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലുള്ള ദൈവമേ അവിടുത്തെ കൃപ നൽകി സൗഖ്യത്തോടെ ബലത്തോടെ നിൻ്റെ കരുണ അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും വിശ്വാസമാർമേൽ ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയുടെ കോൺകല്ല ഞങ്ങളുടെ രക്ഷിതാവേശമശയാകുന്ന ശുഭചട്ടപ്പ് കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും അവരെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളിന്മേലും നിന്റെ കരുണകൾ നീ ചിന്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ മഷിയായുടെ മഹത്വത്തിനായി സത്യോപദേശം നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ മഞ്ഞ് അവരുടെ മേൽ തളിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ ഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടി
പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും വേഗവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ നമുക്ക് വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പാവനേറ്റുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങൾ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുഹായാൽ കന്യമറിയാം ജനിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കർഷകൻ വെച്ച് മരിച്ചിറക്കപ്പെട്ട് തിരുപ്പാരം 3-ാം ദിവസം സ്വത്തിലെ കരയേറി തന്റെ പിതാവിന്റെ വലത്ത് വാഴ്ത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിക്കുന്നവരെ മനുഷ്യവരെ വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരായികനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനും പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിമാശ്ലീമാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരോഹായും കാതലിക അപ്പോസ്തലികമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരെ പിന്നും ഒരു വായ്ക്കൽ നവജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. ബാരിക്കുമോ സോമൻ കാലോസ്. വിശുദ്ധ യോഹന്നാൻ 20:21. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്കു സമാധാനം, നിങ്ങൾക്കു സമാധാനം. Heavenly peace be unto you. Heavenly peace be unto you. Heavenu shalom, shalom, shalom aleichem. Heavenu shalom, shalom, shalom aleichem. സമാധാനത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ ദിവ്യസമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മവചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന വേദഭാഗം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യ സമൂഹത്തിന് നൽകുന്ന പ്രത്യക്ഷപ്പെടുന്ന അനുഭവവും അതേ തുടർന്ന് അവർക്ക് നൽകുന്നതായ വലിയ സമ്മാനവും നിയോഗമത്രേ കാണുന്നതിന് സാധിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകമായി ഉയർപ്പിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ചയായ ഇന്ന് നാം മനസ്സിലാക്കേണ്ട ജീവിത യാഥാർത്ഥ്യം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം പ്രത്യേകമായി ശിഷ്യന്മാർ നേരം വൈകിയതായ സമയത്ത് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിൽ അടച്ചിരിക്കുന്നതായ പ്രത്യേക അനുഭവം അത്രേ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലോക്ക്ഡൗണിൻ്റെ അനുഭവമാണ് ശിഷ്യന്മാരെ സംബന്ധിച്ച് ഈ ദിനങ്ങൾ. അവർ എല്ലാവരും തന്നെ അവരുടെ മാളിക മുറിയിലെ കതകും ജനലും ഒക്കെ അടച്ച് അപ്രകാരം ശത്രുക്കളെ പേടിച്ച് കഴിയുന്നതായ സന്ദർഭം ആകുന്നു. ഇത് ഏറ്റവും ശ്രദ്ധേയമായ ചിന്ത നമ്മുടെ മുൻപാകെ വരച്ചു കാണിക്കുന്നു. തങ്ങളുടെ പ്രിയ ഗുരു 3.5 വർഷക്കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൗതികമായ സാന്നിധ്യം നഷ്ടമായതുള്ളതായ നിരാശയും ദുഃഖവും വേദനയും ശിഷ്യ സമൂഹത്തെ ഏറ്റവും അധികം അലട്ടിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ അവർ എല്ലാവരും തന്നെ അവരുടെ മുറികൾക്കുള്ളിൽ തന്നെ പ്രത്യേകമായി പേടിച്ച് ഭയവിഹ്വലരായി കഴിയുന്നതായ അവസ്ഥ. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ശത്രുക്കൾ ഇപ്പോൾ യഹൂദന്മാർ തന്നെയാണ്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നതായ വാചകമാണ്, നിങ്ങൾക്ക് സമാധാനം. ഉത്ഥിതനായ കർത്താവ് ശിഷ്യ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്
സമാധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അത്രേ. ഇത് അന്നും ഇന്നും വളരെ പ്രസക്തമാണ്. പ്രത്യേകമായി തിരുജനനത്തിങ്കൽ അതിനു മുൻപ് തന്നെ യേശു കർത്താവിൻ്റെ ജനനത്തിന് 800 വർഷങ്ങൾക്ക് മുൻപ് വലിയ പ്രവാചകനായിരുന്ന യെശയ്യാവ് വലിയ സത്യം അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇശായുടെ കുറ്റിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അതേ തുടർന്ന് പറയുന്നു, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകയില്ല. സമാധാന പ്രഭുവായ ഈ കർത്താവ് പ്രത്യേകമായി വീണ്ടും യെശയ്യാപ്രവാചകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അത് ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനനത്തിങ്കലും ദൈവദൂതന്മാർ പറഞ്ഞതായ ദൂത് നാം ഓർക്കുന്നുണ്ട്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ തിരുജനനത്തിങ്കിൽ തന്നെ ഈ ഒരു ദിവ്യ സമാധാനം സമസ്ത ലോകത്തിനും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ഐഹിക ജീവിതകാലത്തും താൻ പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല എൻ്റെ സമാധാനം എന്ന് തന്നെ കർത്താവ് പറയുകയും ചെയ്യുന്നു. ഇവിടെ ഉത്ഥിതനായ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷനായി പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അവിടെ തന്നെ ഇന്ന് വായിച്ചു കേട്ട എവൻഗേലിയോൻ വേദഭാഗത്തിൽ 19-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും താൻ അത് ആവർത്തിച്ച് ഓർപ്പിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് സമാധാനം. ഇന്നത്തെ നമ്മുടെ സമകാലീന പശ്ചാത്തലത്തിലും ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ലോകമെങ്ങും 400 കോടിയിലധികം ജനങ്ങൾ ഭയവിഹ്വലരായി COVID-19 മഹാമാരിയാൽ ലോകമെങ്ങും അവരവരുടെ മുറികളിൽ തന്നെ ലോക്ക്ഡൗണിലായിരിക്കുന്ന പ്രത്യേക സന്ദർഭം. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ, സമ്പന്നനിൽ നിന്നോ ദരിദ്രനിൽ നിന്നുള്ള വ്യത്യാസം കൂടാതെ സകലരെയും ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ നാം എല്ലാവരും തന്നെ ഭയത്തിൽ കൊറോണ വൈറസിനെ പേടിച്ച് ഭവനങ്ങളിൽ, നമ്മുടെ മുറികളിൽ തന്നെ ലോക്ക്ഡൗൺ പാലിക്കുകയും ചെയ്യുന്നുവല്ലോ. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടും പറയുന്ന വലിയ സത്യമുണ്ട്, നിങ്ങൾക്ക് സമാധാനം. എന്താണ് ഈ സമാധാനം? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹെവൻലി പീസ്. ഇത് ദൈവം നൽകുന്നതായ വലിയ വരദാനമാണ് സമാധാനം. യേശു കർത്താവ് പറയുന്നുണ്ട്, പ്രത്യേകമായി സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഭാഗ്യവാനായ പൗലോസ്ലീഹ ഫിലിപ്പ് ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഈ സമാധാനം അത്രേ യേശു കർത്താവ് ശിഷ്യന്മാർക്കും ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമുക്കും ദൈവം നൽകിയിരിക്കുന്നത് എന്ന് കാണുന്നതിന് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രയാസത്തിൻ്റെ വേളകളിൽ നാം എവിടെയായിരുന്നാലും, സ്വദേശത്ത് ഭവനങ്ങളിലായിരുന്നാലും വിദേശങ്ങളിലായിരുന്നാലും, ദൈവമേ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ തൊക്കെയാണ് ദിവ്യ സമാധാനത്തിലായിരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ ദുഃഖത്തിൻ്റെ, വേദനയുടെ ഭീകരമായ അവസരത്തിൽ ദൈവകൃപ അനുഭവിപ്പാൻ തൊക്കെവണ്ണം ഞാൻ ഏകനല്ല, ദൈവസാന്നിധ്യം എന്നോട് കൂടെയുണ്ട് എന്ന് ശക്തീകരിക്കുന്നതായ സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ ദൈവമേ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അനവധി വിചാരങ്ങളാൽ നാം ഭാരപ്പെട്ട് ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഏറ്റവും അധികം അനുഭവിപ്പാൻ നമുക്ക് സഹായിക്കട്ടെ. നമ്മുടെ വിവിധങ്ങളായ കാര്യങ്ങൾ, ഭവനത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം, അതോടൊപ്പം തന്നെ ജോലി പോകുമോ എന്ന ആശങ്ക, മറ്റ് വിസയുടെ കാര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപാകെ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്നു. ഇവിടെ ഭവനങ്ങളുള്ളവർക്ക് തന്നെ ദേവാലയങ്ങളിൽ വരുവാനും ആരാധിപ്പാനും സാധിക്കാതെ പ്രയാസത്തിൻ്റെ പശ്ചാത്തലം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവമേ അവിടുന്ന് തന്നെ പ്രവർത്തിക്കണമേ, ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ നവ്യമാക്കുന്ന പരിശുദ്ധാത്മാവേ,
ദിവ്യമായ കൃപ നൽകി സമസ്ത ലോകത്തിനും ശാന്തി, സമാധാനം, സൗഖ്യം നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്രകാരം നാം ഭവനങ്ങളിൽ തന്നെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്ത സമാധാനം ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോവിഡ് മഹാമാരിയാൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും ഞങ്ങൾക്കും അനുഭവിപ്പാൻ സഹായിക്കണമേ. ദിവ്യകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ സമൃദ്ധിയായ ജീവൻ അവകാശമാക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ദിവ്യ അനുഗ്രഹ ദൂതുകളാൽ ഞങ്ങളെ തുടർന്നുള്ളതായ നാളുകളിൽ സമാധാനത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന്, നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. ഉത്തമ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശ്മശിയായേ, നിൻ്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്ത് മറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. വാഴ്ത്തുവിൻ ലോകരാകവേ, വാഴ്ത്തുവിൻ സ്വർഗസേ